ഹായ് ഫ്രണ്ട്സ് ടെറോട്ട് ഹീറോ ഇങ്ങനെ സാഡായിട്ട് പറയുന്നതാണ്. എല്ലാവരും പേര് പറഞ്ഞു സാഡായി അറിയാൻ തുടങ്ങി. ഓ ഏഴ് ഷോക്കായി. എന്ത് പറ്റി ഇവൾക്ക്? എനിക്കറിയുന്ന ഇല്ല അങ്കിളും മോളെ മാരേജ് കഴിക്കുന്നു. ഇവരിങ്ങനെ സാഡായിട്ട് പറയാൻ തുടങ്ങി. അവൻ്റെ മോനെ മാരേജ് കഴിക്കണം. ആ മൊട്ട തളി അങ്കിളും മോനെ അവൻ ശരിയില്ല അങ്ങനെ പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോ സാഡായിട്ട് ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് കഷ്ടമായിരുന്നു. സാഡ് കഷ്ടപ്പെട്ട് ഓർന്ന് സാഡായിട്ട് ഹീറോയി പറയുന്നതാണ്. ഈ വിഷമം നമുക്ക് ഞാനിവർക്ക് പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചു. ആണ് ആ സ്ഥലം പറഞ്ഞിട്ട് ഇവർ പോയല്ലേ എന്ന് ഹീറോയി സാഡായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് എന്ത് ചെയ്യാമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഹീറോയി. അങ്ങനെ ഹീറോയി സാഡായിട്ട് പറയാൻ തുടങ്ങി. എനിക്കിട്ട് ഏഴ് ഷോക്ക് ഏത് മാരേജ അങ്ങനെ അവർക്ക് പറയാൻ തുടങ്ങി. കുറേ പറയുമ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോമാർ അവളെ ക്രിമിനൽസ് അവൾ എന്തെല്ലാം ചെയ്ത് അവർ എന്താ പ്ലാൻ എല്ലാം ഇങ്ങനെ ഫോളോ ചെയ്ത് ഡീറ്റെയിൽസ് ഓരോ ദിവസം പോവും. എല്ലാ കാര്യം അറിഞ്ഞു കഴിഞ്ഞു. ഈ ഡീറ്റെയിൽസ് മൊത്തം ഹാക്ക് ജിമിൻ ജങ്കുക്ക് എല്ലാം ഇവർക്ക് എത്ര ബിസിനസ് ചെയ്യുന്ന എല്ലാ കാര്യം ഓരോ നാൾ എടുത്തു എല്ലാം കണ്ടുപിടിച്ച് ജിന് പോയി. അവൻ നിറയെ ഗേൾസിനെല്ലാം കിഡ്നാപ്പ് ചെയ്യുന്നു. അത് ജിൻ കണ്ടുപിടിച്ചു. ജിൻ അതിന് റിപ്പോർട്ട് അവൻ ഏതേത് പ്ലേസ് കണ്ടുപിടിച്ചു. പിന്നെ ജങ്കുക്ക് അവൻ ഡ്രഗ്സ് അതെല്ലാം കണ്ടുപിടിക്കുന്നത് ജങ്കുക്ക് കണ്ടുപിടിച്ചു. ഓർന്നാൾ അവൻ എന്തെല്ലാം തെറ്റെന്ന് അതെല്ലാം ഡോക്യുമെൻറ്റ് ആറമ്മൻ്റെ കൊടുത്തു. ആറം ഇതാണ് പ്ലാൻ. എന്നായിട്ട് അവർ ഈ ഫയലെല്ലാം എടുത്തുകൊണ്ട് ശരി ഓക്കെ ഈ ഫയൽ നമ്മൾ നോർമൽ നമ്മളെ ബോഡിക്ക് വരുമ്പോൾ ഈ ഫയൽ നമുക്കിപ്പോൾ ഇവിടെ വെക്കും ഫയൽ ഒരു പ്ലേസ് ഹീറോയിൻ്റെ വീടാണ്. ഇതാണ് നമുക്ക് ഭാഗ്യം. അങ്ങനെ ഹീറോമാർക്കറിയും ഒരു സീക്രട്ട് ഡോർ അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ഉള്ളത് കാര്യം. അത് ഹീറോൻ്റെതാണ്. ഹീറോ ഒരു സീക്രട്ട് ഡോറിൻ്റെ അകത്ത് പോയി അതെല്ലാം വെച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ബോഡിക്ക് പോകുന്ന മുമ്പാണ് എല്ലാം പ്ലാൻ ചെയ്ത്. അങ്ങനെ ഹീറോ ഉറങ്ങിയായിരുന്നു. ഹീറോമാർക്ക് ഹീറോയിനെ പിടിച്ചായിരുന്നു. എങ്ങനെ മിസ് ചെയ്യാൻ പോവുക. അങ്ങനെ ഹീറോമാർ ഇങ്ങനെ കുർത്തക്കെട്ട് കാട്ടി ഹീറോയിനെ നല്ല ശരിയാക്കി ഹീറോയിനെ ഇവിടെ നല്ല റൊമാൻസ് ചെയ്ത് അതിനെ കൊണ്ട് അവർ പോയി. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു അവരുടെ ഹിക്കിങ് ചെയ്ത് അവർ 7 പേർ അവിടെ നിന്ന് പോയി. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ശരി നമ്മൾ വെൻസിലെ പിന്നെ അവളെ ശരിയാക്കുക അവർ കുറച്ച് ജോലി ചെയ്തിരുന്നു. ഹീറോയി ഉറങ്ങിയായിരുന്നു. അങ്ങനെ രാവിലെ എണിച്ചൊക്കെ ഹീറോയിൻ്റെ നെക്കിൽ എന്ത് സംഭവിച്ച് കടിച്ച് മാറിയുണ്ടായിരുന്നല്ലോ. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോമാർ അവർ ബോഡിക്ക് പോയി. അങ്ങനെ വില്ലന്മാരെ പിടിക്കാൻ വേണ്ടി അത് സീക്രട്ട് പ്ലേസാണ്. അത് BTS മെമ്പർ അങ്ങനെ എണിച്ച പിന്നെ ഡോക്ടർ അത് അവരുടെ ഡോക്ടറാണ്. അത് അവൻ്റെ ഫ്രണ്ടായിരുന്നു. BTS മെമ്പറിൻ്റെ സെക്രട്ടറി ഭയങ്കര ഫ്രണ്ട് മാറി. അവനാണ് എണിച്ച ബോസ്. അവർ 7 പേര് എണിച്ചു. ശരിടാ ഞാൻ പറഞ്ഞ മതി ചെയ്തല്ലേ. ശരി സാർ നിങ്ങൾ പറഞ്ഞ മതി ഞങ്ങൾ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഞങ്ങൾ ചേഞ്ച് കഴിഞ്ഞു സാർ. സീക്രട്ടായിട്ട് നിങ്ങൾ ചെയ്ത് മതി ചെയ്തു സാർ. ശരി എന്ന് മെസ്സേജിൽ പറഞ്ഞു. BTS മെമ്പർക്ക് പറഞ്ഞ മതി. അങ്ങനെ ഒരാൾ പറഞ്ഞ പോലെ ചെയ്തും പറഞ്ഞു അത് വരാറില്ല. അത് BTS മെമ്പർ സോളായക്കൊണ്ട് അത് ഒരാൾ സെക്രട്ടറിനോട് പറഞ്ഞു. ആ സെക്രട്ടറി വന്ന് പറഞ്ഞു സാർ നിങ്ങൾ പ്രശ്നമില്ല ഞാൻ പറഞ്ഞ പോലെ ചെയ്തല്ലേ. ശരി സാർ എന്നെ പറഞ്ഞു. അത് മുമ്പ് അവർ ബോഡിക്ക് വന്നപ്പോൾ ഒരു 7 പേർ ശരി നമുക്കിപ്പോൾ ആ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ മെൻഷനായില്ലടാ ഇപ്പോൾ എങ്ങനെ ചെയ്യാം. അതൊക്കെ സർപ്രൈസ് ഹീറോയി വരട്ടെ. അങ്ങനെ ഹീറോയി വെളിയിൽ വന്നു. കോളേജിൽ നിന്ന് ഹീറോയി കോളേജിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ വരുമ്പോൾ 7 പേർ വന്നായിരുന്നു. 7 പേർ ഹീറോയിൻ കൂടെ 7 പേർ വീട്ടിൽ വന്നു. ഹീറോ തനിയെ ഉള്ളായിരുന്നു. ഇവർക്ക് അറിഞ്ഞായിരുന്നു. അവർക്ക് പോയായിരുന്നു. ഹീറോയിൻ വെള്ളം അടിച്ച് പറഞ്ഞു ആരാ ജിമിൻ വായി കഴിച്ചു. ആരാ നീ? മാസ്കറി 7 പേർ മാസ്കറി. ഹീറോയിൻ ഫ്ലാറ്റായി മയങ്ങി വീണു. ഇതാ കറക്റ്റ് ടൈം. ആറും പറയാം ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ആറും പോയി ഡോക്യുമെൻറ്റ് എല്ലാ ഫയലും എടുത്തുകൊണ്ട് വരും. ഹീറോ എങ്ങനെയുണ്ട് അത് മറിയിട്ട് അതാ പോയി ആരോ വന്നിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നു. റോസ് വിളിക്കാറ് എന്ത് വെച്ച് വിളിച്ച് ഇല്ലാടി BTS മെമ്പർ വന്നു. റോസ് എനിക്ക് കിടാൻ കൊണ്ടത് റീമ അതെടുത്ത് ഡോക്യുമെൻ്റ് എടുത്ത് അതുകൊണ്ട് ഇവർ എന്തെല്ലാം ചെയ്തു മൊത്തം ഡീറ്റെയിൽസ് നമുക്കറിയണ ഇത് ഫുള്ള് ലൈവായി കൊടുത്തു. അത് ആര് തന്നെ ഹാക്കിങ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. മതി ആരമ്മൻ്റെ ഹാക്കിംഗ് ഫ്രണ്ട് കൊടുത്തു. അവനെല്ലാം പവർ കണ്ടുപിടിക്കാതെ മതി കൊടുത്തു. അങ്ങനെ അവർ കേസ് ജയിലിലേക്ക് പോയി. ഒന്നും ചെയ്താൽ മതി. അങ്ങനെ ഡേയ്സ് പോകുകയാണെങ്കിൽ അവർ ഭയങ്കര ഫേമസ് ആവും. പക്ഷേ എങ്ങനെ ബിസിനസ്സിൽ പോയി. അങ്ങനെ ഹീറോയ്ക്ക് ഗ്രാജുവേറ്റ് അവർ 7 പേർ വന്നു. ഹീറോയിൻ ഹാപ്പിയായി സ്മൈൽ ചെയ്തിരുന്നായിരുന്നു. ഹീറോയിൻ പിങ്ക് കളർ ഈ ഫോട്ടോത്തിലുള്ള അതേ സാരി എടുത്ത് സ്റ്റേജിലേക്ക് പോയി. ഇതെല്ലാവരും ജോലി സംസാരിക്കുക. ഹീറോയ്ക്ക് പ്രൈസ് കിട്ടി.
ഇറങ്ങി താടിൽ ഇങ്ങനെ സ്മൈൽ ചെയ്ത് വന്നു. ബ്ലാക്ക് കാർ വന്നു. എല്ലാവരും നിന്നു. എല്ലാവരും ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. അതിൽ 7 പേരും മാസ്ക് ഇട്ട് ഇറങ്ങി. ഹീറോയ്ക്ക് മനസ്സിലായില്ല. അങ്ങനെ 7 പേരും ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്തു. ഇതുകൊണ്ട് ഹീറോയ്ക്ക് ഷാക്കായി. നിങ്ങൾ ആരാന്ന് കേട്ടു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. നിങ്ങളാരാ? ഞങ്ങൾ പീറ്റേഴ്സ് മാസ്കുറി. 7 പേർ കണ്ടിട്ട് ഷോക്കായി. നിങ്ങളാന്ന് ഹീറോയെ അടുക്കും. ദാ മയങ്ങി വീണു. ഇത് ഇവൾക്ക് മയക്കുന്നത് ഏമെന്നില്ല. അങ്ങനെ ഇവർക്ക് രണ്ടിലും ഹീറോയിനെ എടുത്തുകൊണ്ട് പോയി. ഇത് കണ്ട് റോസി ബാക്കി ഫ്രണ്ട്സ് എല്ലാം ഓടിപ്പോയി. വണ്ടിയിൽ കയറി. സാർ നിങ്ങൾ എവിടേക്കാണ് സാർ എടുത്തോണ്ട് പോവാം? അതൊന്നുമില്ല, സർപ്രൈസ്. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ നോക്കും ഹീറോയിൻ്റെ ഡാഡി മമ്മി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ വണ്ടിയിലുണ്ടായിരുന്നു. വീട്ടിലേക്ക് ആദ്യം കണ്ട് ഫ്ലൈറ്റ്. അവിടെ മമ്മി ഡാഡിയും ഉണ്ടായിരുന്നു. ഹീറോയിനോട് പറയാൻ തുടങ്ങി. ആൻറ്റി, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, BTS മുമ്പ് പറഞ്ഞ ഫ്ലാഷ് ബാക്ക്. ഹീറോയിനെ എനിക്കിഷ്ടമാണ് എന്നല്ല, അങ്കിൾക്കും അങ്ങനെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് വന്നു. അങ്ങനെ ഇന്ത്യക്ക് ഹീറോയിൻ ഉറങ്ങി പോകുന്നായിരുന്നു. നോക്കും കുറച്ച് പ്ലേസ് ഫ്ലൈറ്റിൽ പോയിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. എണിച്ച് നോക്കുമ്പോൾ ഇതേത് പ്ലേസ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് ഇന്ത്യക്ക് എത്തും. ഇന്ത്യക്ക് ഹീറോയിൻ എല്ലാം പാക്ക്, മമ്മി ഡാഡി എല്ലാം പാക്ക് ചെയ്തു വരുന്നു. മിയാക്ക് ഹീറോയിൻ്റെ അർജുനെ ഫുൾ പാക്ക് ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജാണ്. ഇന്ത്യൻ ട്രഡീഷണൽ മാരേജ്. ഹീറോയ്ക്ക് മാരേജും നടന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ കൊറിയൻ സൈസ് മാരേജ് കൊറിയയിൽ നടന്നു. ഹീറോയ് കൺഫ്യൂസിലുണ്ടായിരുന്നു. ഹീറോയ് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ എങ്ങനെ മാരേജ് അക്സെപ്റ്റ് ചെയ്തു? നിങ്ങൾക്കല്ല സ്റ്റെല്ലല്ലുള്ളത്? അവനെ അർജുനൻ മുറക്കാൻ തുടങ്ങി. സ്റ്റെല്ല? എന്താ സ്റ്റെല്ല? നടന്നും കയറി 7 പേർ പറയാൻ തുടങ്ങി. ഇതുവരെ എൻ്റെ കൂടെ ആയിരുന്നു. അതോടെ നിൻ്റെ ഇടുപ്പ് പിടിച്ച് കിള്ളിയ. അപ്പോൾ എൻ്റെ ഇടുപ്പ് പിടിച്ച് കിള്ളിയ തരാ. അത് ജങ്ക് തല ചെറിയാൻ തുടങ്ങി. ഞാനും കിള്ളിയായിരുന്നു. അപ്പോൾ ഞാനും കിള്ളിയായിരുന്നു. ജങ്കക്ക് പറയാം, ഈ ബാത്റൂം നിൽക്കുമ്പോൾ ഇടുപ്പ് കിള്ളിയായിരുന്നു. ജെമിനി പറയാം, നീ കുറേ ഞാനും കിള്ളിയായിരുന്നു. നീക്ക് ചെല്ല ഇടുപ്പും കുക്ക് ചെയ്യുമ്പോൾ കിള്ളിയായിരുന്നു. അങ്ങനെ കുറേ നാൾ പറഞ്ഞു. ഹീറോയ്ക്ക് ഷാക്കായി. അപ്പോൾ നബിയാകുമ്പോൾ പിടിച്ചത് ലൈബ്രറിയിൽ 6 പറയും ഞാനാ. അങ്ങനെ എല്ലാവരും പറയുന്നത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി എൻഡിങ്.